Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് സർക്കംഫറൻസ് അനുസരിച്ചിട്ട് ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ഒക്കെ ആം ഹോളും നെക്ക് വിഡ്ത്തും ഷോൾഡറും എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കാം എന്നുള്ളതാണ്. അതായത് ഞാൻ ആ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ സൈസിൻ്റെയും പറഞ്ഞു തരുവാണ് ചെയ്യുന്നത്. അത് എക്സാക്റ്റ് ആ ഒരു കറക്റ്റ് വാല്യൂ തന്നെ ആയിരിക്കും. ഇതാണ് നിങ്ങളുടെ സൈസ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന വാല്യൂസൊക്കെ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കണ്ണും പൂട്ടി മാർക്ക് ചെയ്തിട്ട് വെട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെസ്റ്റിൻ്റെ സർക്കംഫറൻസ്, ആം ഹോൾ, നെക്ക് വിഡ്ത്ത്, ഷോൾഡർ ഇത്രയാണ് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതാവേ. ആദ്യം നമ്മളിതാ 30 ചെസ്റ്റാണ്. 30 ചെസ്റ്റുള്ള ആൾക്ക് ആം ഹോൾ എടുക്കേണ്ടത് 5 ആണ്. നെക്ക് വിഡ്ത്ത് 2.5ഉം ഷോൾഡർ 5.2. ഇതിപ്പോൾ നമ്മൾ പറയുന്ന ഈ വാല്യൂസ് എന്ന് പറയുന്നത് കുർത്തിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന, അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ്. അല്ലാതെ നിങ്ങൾ ബോഡിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതല്ല. ബോഡിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ലൂസും കൂടെ കൊടുക്കും. അപ്പം നമ്മൾ ഈ ലൂസും കൂടെ കൊടുത്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോഡിയിലുള്ളതിൻ്റെ ലൂസ് ഇട്ടിട്ട് രണ്ടാമത് അത് ചിന്തിച്ചെടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചെസ്റ്റ് അളവ് ഇതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ വാല്യൂസ് തന്നെ മാർക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിതാ 34 ചെസ്റ്റ് സൈസ് വരെ എഴുതിയിട്ടുണ്ട്. ആം ഹോൾ 34-ന് 5.7ഉം നെക്ക് വിഡ്ത്ത് 2.8, ഷോൾഡർ 5.9. ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഞാൻ വേറെ പുറത്തൊന്നും ഒന്നും സംസാരിക്കാറില്ല. ബിക്കോസ് നിങ്ങൾക്കൊരു ബോറടിക്കണ്ട. ഇപ്പം ഞാൻ പണ്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമായിരുന്നു. അപ്പോൾ കാണുന്ന സമയത്ത് അവർ വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വലിച്ചു വാരി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിപ്പ് അടിച്ച് പോകും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡിലെല്ലാം നിങ്ങൾക്ക് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്നത്. എൻ്റെ ഏത് വീഡിയോ എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യം മാത്രം പറഞ്ഞിട്ട് പോകുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷോൾഡർ നമ്മളിതാ 6.7 ആണ്. 38 ചെസ്റ്റ് സൈസ്. ഇപ്പോൾ നമ്മൾ ഈ ആം ഹോളിൻ്റെ എങ്ങനെയാണ് ഈ വാല്യൂസൊക്കെ കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ വേണ്ടവർക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ആം ഹോളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ബൈ 6 ആണ്. അപ്പം ഞാൻ ഈ ചെസ്റ്റിൻ്റെ കൊടുത്തേക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ 30 കൊടുത്തില്ലേ, അതിന് 6 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര നമുക്ക് ആം ഹോൾ കിട്ടുന്നത്? 5. അങ്ങനെയാണ് നമ്മൾ ഈ എല്ലാ വാല്യൂസും എഴുതിയിട്ടുള്ളത്. ഇനി ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകൂടെ പറഞ്ഞു തരാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇക്വേഷൻസ് മാത്രം പറഞ്ഞു തന്നിട്ടുണ്ട്, ചുരിദാറിൻ്റെ മാത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് റിക്വസ്റ്റ് വന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് മെസ്സേജ്, ബിഗിനേഴ്സ് ആണെന്ന് തോന്നുന്നു, ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റഗ്രാമിലേക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 44, നമ്മൾ 46 സൈസ് വരെയാണ് എഴുതി കൊടുക്കുന്നത്. 46 സൈസിൽ ആം ഹോൾ വരുന്നത് 7.7, നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.5, ഷോൾഡർ 8.2. ഓക്കെ, ഈ നെക്കൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി നിങ്ങളുടെ ചെസ്റ്റ് സൈസ് അനുസരിച്ചിട്ട്. ഇതിൽ ചെസ്റ്റ് നമ്മൾ നെക്കിനൊന്നും ലൂസ് കൊടുക്കരുത് കേട്ടോ. ഇതൊക്കെ കറക്റ്റ് വാല്യൂസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനൊന്നും ലൂസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ചെസ്റ്റ് അളവിൻ്റെയും നേരെ അതിനുള്ള ആം ഹോളും നെക്ക് വിഡ്ത്തും ഷോൾഡറും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. നോട്ട് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് ഏത് ഡ്രസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.